അച്ചായോ ഒരു വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവര് വന്നെന്നാ തോന്നുന്നത്. നമുക്ക് ഇരുന്നേക്കാം. അങ്ങനെ 12 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്നിറങ്ങി. ഒരു മാറ്റവും ഇല്ല. അന്നും അങ്ങനെ ഇന്നും അങ്ങനെ. വാടാ, പിന്നെ പറ, എന്താണ് വിശേഷങ്ങളൊക്കെ? അല്ല, പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഡ്യൂസർ എന്തിനാ? അതാരാ? ഓ, നമ്മുടെ പിതാമഹൻ. അത് ഈ വരിയുമ്പുറത്ത് എവിടെയെങ്കിലും കാണും. ഓ, അത് ശരി. വീടിന് മാത്രമല്ല, പുള്ളിക്ക് ഒരു മാറ്റം ഇല്ലല്ലേ. നീ വാ. പിന്നെ എയർപോർട്ടിൽ ഞാനൊരു സ്വയംഭ സാധനം മേടിച്ചിട്ടുണ്ട്. നമുക്ക് രാത്രി അങ്ങ് കീച്ചാം. ഓ, നിനക്കും ഒരു മാറ്റം ഇല്ലല്ലേ? നീ വാ. അവറാച്ചൻ കുക്കിന് കൊണ്ടൊരു പോലൊരു അവറാച്ചൻ ചക്കിന് വെച്ചത് കുക്കിന് കൊണ്ടൊരു പോലൊരു അവറാച്ചൻ കാരി കാരി കളിപ്പുണ്ടെങ്ങനെ നിൽക്കുന്ന രസം ഊളം കുന്നേൽ അവറാച്ചൻ ഊളം കുന്നേൽ. എടാ, ഇത് നിങ്ങൾ ഇവിടെ അടിക്കുന്ന മറ്റേ സാധനം ഇല്ലേ, KPR? അതുപോലെ കുറഞ്ഞ സാധനം അല്ല ഇത്. ഇത് സുൽത്താൻമാര് ഗൾഫിൽ അടിക്കുന്ന സാധനം, അറിയോ? സുൽത്താൻ ബ്രാൻഡ്. അടി. കൊള്ളാം, നല്ല മീൻകറി. ആറ്റുമീൻകറിയാണ്. എത്ര നാളായി കഴിച്ചിട്ട്. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കഴിച്ചതാ. എനിക്കൊന്ന് ചൂണ്ടിടാൻ പോകേണ്ടി വരും. ഇപ്പൊ ഞാനൊന്ന് പോയിട്ട് വരാം. എടാ, നിന്റെ കൂട്ടത്തിലുള്ള ഇരട്ടയുണ്ടല്ലോ മറ്റവൻ, അവൻ വെറും പരട്ടയാ. നിനക്കറിയാമോ? ഡെയിലി അവൻ കൂതറ സാധനം മേടിച്ച് മുകളിലിരുന്ന് അടിക്കുക. ഓരെണ്ണം എനിക്ക് തരത്തുമില്ല. അപ്പനെ കണ്ടു കഴിയുമ്പോൾ അന്നേരം ഒറ്റ വലിക്കാൻ കുടിക്കുന്ന ആ പരട്ട കണ്ടാൽ ഇത് മുഴുവൻ തീർക്കും. അതുകൊണ്ട് നീ സൂക്ഷിച്ചോണം അവനെ. ആ പരട്ടെ ഞാനാ. സോറിയടാ, എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. എടാ, അവൾ ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു. അവൾ എന്നോട് എല്ലാ കാര്യവും പറഞ്ഞു. അമ്മച്ചി എന്നാ വർത്താനം പറയുന്നത്? നമ്മൾ ഈ ഊളക്കുന്ന ഫാമിലിയിലുള്ളവരെ അന്തസ്സായിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ സാധനം എടുത്തു കൊടുക്കാൻ നിൽക്കണം പോലും എന്റെ പട്ടി നിൽക്കും. ജോലി രാജിവെച്ചിട്ട് ഞാനിങ്ങനെ പോകുന്നു. എടാ, നിന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടൊന്നും അല്ലല്ലേ? എടാ, അവൾ എന്നോട് എല്ലാം പറഞ്ഞായിരുന്നു. എടാ, 8ാം ക്ലാസ്സിൽ 8 വട്ടം തോറ്റ നിനക്ക് പിന്നെ എന്നാ ജോലി കിട്ടാനാ? കളക്ടർ ജോലി വല്ല കിട്ടുമോ? എനിക്ക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മച്ചി അറിയാലോ, ലക്ഷങ്ങളൊക്കെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അത് ആരുടെ പൈസയാ? നിന്റെ കെട്ടികളുടെ പൈസയല്ലേ? അതെന്തെങ്കിലും ആട്ടെ, എന്റെ അക്കൗണ്ടിലാണല്ലോ കിടക്കുന്നത്. അത് നീ ഇവിടെ കിടന്ന് ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അപ്പനും അവനും കൂടെ കേൾക്കാനായിട്ട് അവർക്കാണെങ്കിൽ 100 ആവശ്യങ്ങളാ, അറിയാവോ? ദേ വരുന്നുണ്ട്. എന്താ എടാ, മറ്റവൻ തെണ്ടി തിരിഞ്ഞ് വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന്. 10 പൈസയുടെ പ്രയോജനം അവനെ കൊണ്ടില്ല. അവനിപ്പോൾ വലിയ പത്രാസ് കാണിച്ച് വണ്ടിയുടെ മുകളിൽ കുറെ പെട്ടിയൊക്കെ ആയിട്ട് വന്നേക്കുക. അവനെയൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നു മനുഷ്യൻ, നിങ്ങൾ ആ കണ്ണാടി വെച്ച് നോക്കിയേ. ഇവിടെ ആരാ ഇരിക്കുന്നത്? ജോക്കൂട്ടൻ തന്നെ ഇരിക്കുന്നത്. കണ്ണും കാണത്തില്ല, കടയും കാണത്തില്ല. വീണ്ടും എനിക്കൊരു തെറ്റ് പറ്റി. ഇത് പണി ചെയ്യാം. ഇത് ഞാനങ്ങ് എടുക്കുവാ. അപ്പച്ചോ, എവിടെ കൊണ്ടുപോകും? ഇതെനിക്ക് വേണം. അത് ഞാൻ അമ്മച്ചിക്ക് മേടിച്ചു കൊണ്ടേ കൊടുത്ത സാരിയാ. ഇങ്ങതാ മനുഷ്യൻ. ഇന്നത്തേക്കുള്ളതായി. ഇനി എവിടെയെങ്കിലും പോയി ചുരുളാം. എട്ടതേമേ പത്രം തുറന്നു കഴിഞ്ഞാൽ മൊത്തം യുദ്ധം തന്നെ. എന്നെ സാമ്പിൾ ഷോ, അമ്മാര് സാമ്പിളായിട്ട് ഷോക്ക് കൊടുത്തതാ. ആ, ഇയാളായിരുന്നോ? ഞാൻ എന്താ ഇപ്പൊ വരുന്നു. ആ, കൊള്ളാലോ.
എന്നാ യുദ്ധമാണോ? പീരങ്കികൾ പായുന്നു, റോക്കറ്റ് പായുന്നു. ഓ മടുത്ത് വായിക്കുന്നില്ല, വായിച്ചാ തല കറ. ആ വാ വാ വാ. ഇതെന്താ ഇത് കയ്യില്? എന്തോ ഇതെന്തോന്നാ? ആണോ? ആ കൊള്ളാല്ലേ. എന്റെ പല്ലും പോയി. ഇതെല്ലാം സാധനം ഇത്. എന്റെ പൊന്നു കിഴങ്ങ്, അതിനകത്ത് പരിപ്പാ കഴിക്കേണ്ടത്. എന്റെ പരിപ്പ് എടുക്കുന്നു. എല്ലാം കിഴങ്ങന്മാരായി പോയത് ദൈവമേ. അടിപൊളിയാ. പിസ്തായോ പിസ്തായോ ഇത് നല്ലതാ. അമ്മച്ചി ജോക്കൂട്ടം വന്നിട്ട് എന്നാ കൊണ്ടുവന്നു അമ്മച്ചിക്ക്? എനിക്ക് ഇന്നലെ രാത്രിയിൽ ഒരു സാരി കൊണ്ടുവന്നു. ഒരു സാരി പെട്ടി പൊട്ടിക്കാൻ കിടക്കും. 5-6 പെട്ടിയുണ്ട് പൊട്ടിക്കാൻ. ഇന്നെങ്ങോട്ടാ അമ്മച്ചി ഓട്ടം? ഇന്ന് പിള്ളേരുണ്ട്, പിള്ളേർ ഓടിച്ചോളൂ. എന്റെ ദൈവമേ, എന്റെ കഞ്ഞിക്കകത്ത് പാറ്റാ വീണല്ലോ അമ്മച്ചി. എന്നാ പരിപാടിയാ അമ്മച്ചി കാണിച്ചത്? ഇനി ഞാൻ എന്നായിട്ട് ഓടിക്കും? ഈ കണ്ട കാര്യങ്ങളെല്ലാം ഉണ്ടാകാനായിട്ട് ആ അമേരിക്കയിലെ ഡ്രമ്മാണ് ഇതിനെല്ലാം ഡ്രമ്മോ? പൊട്ടുന്ന ഡ്രം അല്ലെന്ന്. അവിടുത്തെ അമേരിക്കയിലെ ഡ്രം ഇല്ലേ? ഡ്രം അല്ലടേ, അത് ഡ്രമ്മ്. എനിക്കൊരു ഗ്ലാസ് എടി കൊച്ചേ, എടി എന്നെ വെട്ടക്കാപ്പി എടുത്തോണ്ടോ നേടി. ഭയങ്കര പരവേശം. ഏതായാലും താൻ അവിടെ ഇരിക്കെ, എനിക്ക് അകത്തിച്ച പണിയുണ്ട്. അതാ പോയി. ആ മോനെ കൊള്ളാം, താങ്ക്സ് കേട്ടോ. ആ ഒരു 10 രൂപ തരാം. അത്ര വില? 2 രൂപ. 2 രൂപയുള്ളൂ? ആ 2 രൂപയെങ്കിൽ 2 രൂപ. 2 രൂപയും പിസ്തായും നമ്മുടെ ഒരു താകാതി ഒഴിക്കാനും പറ്റുന്നില്ല. പിന്നെ എന്നെ കുടിച്ചേക്കാം. അമ്മച്ചില്ല. ഓക്കെ. അങ്ങനെ ഈ രാവിലെ ഒന്ന് ഈ അടിക്കുന്നത് ആ ചട്ടിത്തരാച്ചനാണ് പോകുന്നത്. ഈ പൊടിക്ക് ഞായറാഴ്ച ഇടവകയിൽ ഒരു പരിപാടി കിട്ടി. പിരിവിനുള്ള വരവാ. ആ അച്ഛനോ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ആ ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ എന്നാ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? അതന്നെ, എനിക്ക് ഇവിടെ വരാൻ മേലെന്ന് പോലെ ബോർഡും വെച്ചിട്ടുണ്ടോ? എന്നാ അച്ഛൻ കേറി ഇരിക്കേ. റോസമ്മച്ചി, അവറാച്ചാനും പിള്ളേരും ഒക്കെ എന്ത് ചെയ്യും? അങ്ങേര് അവിടെ ഇവിടെ എങ്ങാണ്ടൊക്കെ ഉണ്ട്. അവറാച്ചാനും ഇപ്പൊ പള്ളിയിലോട്ടൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ എപ്പോഴും പറയുന്നതാ വള്ളി പോകാനായിട്ട്. പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുവേദനയാ കാലുവേദനയാന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഓ, കര ഒട്ട് നിരങ്ങുന്നതിന് ഒരു വേദനയില്ല. അച്ഛൻ അറിഞ്ഞായിരുന്നോ? ജോക്കൂട്ടം വന്നായിരുന്നു. ആ ഞാൻ അറിഞ്ഞു. അവനെ കാണാൻ കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ അവനകത്തുണ്ട്. പെമ്പർനോത്തിയോട് വിളിച്ചോണ്ടിരിക്കാന്നാ തോന്നുന്നത്. ആ എന്താ ജോക്കൂട്ടാ കണ്ടോ? അച്ഛൻ വന്നടാ. അച്ഛൻ നിന്നെ വിളിക്കുന്നു. അമ്മച്ചി എന്നെ വിളിച്ചോ? കണ്ടോ അച്ഛൻ വന്നിരിക്കുന്നു. ആരടച്ചൻ? അയ്യോ പള്ളിയിലച്ഛൻ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അയ്യോ അത് അച്ഛൻ്റെ ഡയലോഗ് ഉണ്ട്. അച്ഛാ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ എപ്പോഴും ഒക്കെ സ്തുതിയായിരിക്കുന്നതാ എനിക്കും നിനക്കും ഒക്കെ നല്ലത്. ഇതെന്നാ കോലമാടാ ഇത്? ഞാനീ ലോഹയം വലിച്ചൂരി കളഞ്ഞ് ഏതായാലും കുളത്തിൽ ചാടാന്ന് ഓർത്തിരിക്കുമ്പോഴാണ് നീ ഇതും ഒക്കെ ഇട്ടോണ്ട് ഈ വ്യക്തി നിൽക്കുന്നു, ഈ നട്ടുക്കാട്ടോ വെയിലത്ത്. അച്ഛാ അത് ഞങ്ങൾ ഗൾഫിലും ചൂട് സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെയാ. നീ ഇപ്പൊ നിന്റെ വീട്ടുപേര് അന്വർത്ഥമാക്കിയിരിക്കുക ഊളംകുന്നേ. അമ്മച്ചി അതൊക്കെ പോട്ടെ, നീ ഇവിടെ വന്നിരുന്നേ. നിന്നോട് എനിക്ക് ഇച്ചിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ ഒരാചാരം കൂടെ ഒന്ന് വിളിച്ചേ. കെട്ടിയോനെ അമ്മച്ചി എന്നെ വിളിച്ചേ? ഞാൻ എന്റെ കെട്ടിയോനെ വിളിച്ചത്. ആണോ? ഇത് എന്നാ വേഷം അമ്മത്താഴ്ച ഇത്?
ഇതിന്റെ കാര്യമാണ് അച്ഛൻ ചോദിച്ചേ. ആ എന്റെ അച്ഛാ ജോക്കുട്ടൻ വെളിയിൽ നിന്ന് കൊണ്ടുവന്നപ്പോ എനിക്ക് കൊണ്ട് തന്ന വെനിയനായത് കറക്റ്റ് പാകമായത് കൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഇട്ട് കുഴപ്പമില്ല അത് ഊരണ്ട, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞാൻ അവറാച്ചാനെ ഒന്ന് വിളിച്ചേ. അച്ഛായോ, അച്ഛൻ വിളിക്കുന്നു. അച്ഛാ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ അവറാച്ചായ. റോസമ്മച്ചി, ഇവിടെയുള്ള മനുഷ്യർക്കൊക്കെ വല്ല മാനസികമായിട്ട് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? അച്ഛാ മൂളങ്ങുന്നക്കാറ് ഭ്രാന്തില്ല. ഏതാ ഭ്രാന്തില്ല. ഈ കണ്ണാടി എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നെ കാണുമ്പോൾ ഒരു ഗ്ലാമറിന്. അച്ഛാ ഈ കണ്ണാടി എനിക്ക് അച്ഛനെ കാണാൻ. ഏതാ ഈ കണ്ണാടി എനിക്ക് അച്ഛനെ കാണാൻ. ഏതായാലും ഇരിക്കേ. നിന്നെ അല്ല. അച്ഛാ അതായത് അവറാച്ച, എനിക്ക് ഇച്ചിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ചുരുക്കി അങ്ങ് പറഞ്ഞേക്കാം, നമ്മുടെ ഈ ഇടവകയിലെ നാട്ടിലുള്ള പിള്ളേരെല്ലാം ഒരുമാതിരി കഞ്ചാവിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം അവരെയൊക്കെ നമ്മളൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഇടവകയിൽ കുറേ കലാപരിപാടികളും കാര്യങ്ങളും ഒക്കെ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുക. അത് പ്രായമൊന്നുമില്ല, എല്ലാവർക്കും പങ്കെടുക്കാം, അവറാച്ചാനും പങ്കെടുക്കാം. അതിനൊരു കുടുംബത്തിൽ നിന്ന് 5000 രൂപ വെച്ച് വേണം. അപ്പം ഈ കുടുംബത്തിലെ പൈസ ജോക്കുട്ടാ നീ തരണം. കരക്കാരെ കുഞ്ഞുങ്ങൾ കഞ്ചാവ് അടിച്ചാലും ഊളംകുന്ന 5000. എന്തൊരു വിരോധാഭാസം. അവറാച്ചായ, നാട്ടിലെ യുവജനങ്ങളൊക്കെ നന്നാക്കാൻ വേണ്ടി ഊളംകുന്നതിനും വേണ്ട ഒരു സപ്പോർട്ട്. അച്ഛാ നമ്മുടെ കടക്കാരോട് നമ്മൾ പൊറുക്കുന്ന പോലെ നമ്മുടെ കടങ്ങളും പാവങ്ങളും നമ്മളോടും പൊറുക്കും. ഏതാ അതും ഇതും തമ്മിൽ എന്ത് ബന്ധമിരിക്കുന്നു അവറാച്ച? ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളു. ഏതാ മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഉണ്ടായിരുന്നല്ലോ ജോസ്മോൻ, അവനെന്ത്? എന്റെ അച്ഛൻ അവനെ അടുക്കള കിടന്നു അങ്ങോട്ട് തൊട്ട് തട്ടി ആ തള്ളയുടെ കൂടിയാ എപ്പോഴും 24 മണിക്കൂർ. അപ്പൊ അച്ഛനെ പോലെ തന്നെ. എന്റെ ഏടി റോസമ്മ, അച്ഛൻ വന്നിട്ട് 1 മണിക്കൂറായി. എന്തെങ്കിലും വെള്ളം നീ കൊടുത്തു അച്ഛന്? വെള്ളം എടുത്തോണ്ട് വാടി ഒന്ന് പോയി. നീ കൂടെ ചെല്ലടാ. ഞാൻ പോന്നെ, എന്റെ കണ്ണാടി എടുത്തോ. ജോസ്മോനെ, ജോസ്മോനെ. അച്ഛാ എനിക്ക് അത്യാവശ്യമായിട്ട് ദുബായിക്ക് കുറച്ച് കോള് വിളിക്കാനുണ്ട്. ശരിയാ, അതിപ്പോ പക്ഷെ പൈസയുടെ കാര്യം നീ മറക്കണ്ട കേട്ടോ. ഇല്ലല്ലാതെ ഞാൻ മറക്കത്തില്ല. പൈസ തരും വെച്ചാ പറഞ്ഞാ പൈസ പോകുന്ന കേസാ, നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ഞാനാണോ അപ്പച്ചനാണത് വിളിച്ചത്? എന്ന് കേറിക്കൊണ്ട് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്ഥിരീകരിക്കണം. എടാ, ഞാൻ കുറച്ച് കാര്യങ്ങൾ അവറാച്ചാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ പള്ളിയിൽ കുറെ കലാപരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അത് നീയും പങ്കെടുക്കണം. എൻ്റെ അച്ഛൻ ഞാനങ്ങും ഇല്ല അച്ഛാ. ഒന്നെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ നാട്ടുകാരെല്ലാം പറയുന്നത് നാടകീയതാന്ന് പറയും. അതുകൊണ്ട് അച്ഛനൊരു പണി, എന്തെങ്കിലും നല്ല റോളുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞു കാര്യം ചെയ്യാം. അച്ഛാ ഞാനകത്തേ ഒരു കുറച്ച് ഇറച്ചിക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ മാറിക്കോട്ടെ എന്നാ? അതാ മാറിക്കോ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനൊന്ന് വിളിച്ചാൽ മതി. ഞാൻ വിളിച്ചോളാം കേട്ടോ. ഓക്കെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ ഞാൻ അടുത്ത ഞായറാഴ്ച വന്നോളാം പൈസക്ക്. വിളിച്ചിട്ട് വരണ അച്ഛാ. അതിനാ മുങ്ങാനാണോ?